ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നൊരു ഫുഡ് വ്ലോഗൊന്നും അല്ല കേട്ടോ. ഇന്ന് ഒരു ഷോപ്പിങ്ങിൻ്റെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നാളെ എൻ്റെ മകളുടെ, അതായത് എനിക്ക് മൊത്തം 3 മക്കളാണ് കേട്ടോ. അപ്പം മൂത്തൊരു മോനാണ്, രണ്ടാമത്തെ മോള്, മൂന്നാമത്തത് മോളാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊച്ചു ഷോപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ പോത്തീസിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഐറ്റംസ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. വലിയ ഐറ്റംസ് ഒന്നുമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൊച്ചു ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെറുതെ നിങ്ങളെ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മുടെ ഷോപ്പിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാമേ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇതാ ഒരു ബർത്ത്ഡേ തൊപ്പി. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു ബർത്ത്ഡേ തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിഠായിയുടെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നാളെ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ അവൾ എന്തായാലും സ്കൂളിൽ പോകും. അപ്പോൾ അവരുടെ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു മിഠായി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ച് ബാഗ്, ഹാൻഡ് ബാഗ് പോലത്തെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവൾക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാൻ തോന്നി അങ്ങനെ ഒന്നും വാങ്ങിച്ചതാണ്. ഒന്നുമില്ല, അങ്ങനെ കൊച്ച് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടേ. പിന്നെ ഇനി കുറച്ച് ഫാൻസി ഐറ്റംസ് ആണ് കാണിച്ചു തരാനുള്ളത്. അപ്പം അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു 4 എണ്ണമുള്ള ഒരു വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വാങ്ങിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇളയൊക്കെ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞ് സൈസ് വളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വള വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്ലൈഡ്, അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ കുറച്ച് സ്ലൈഡുകളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ബണ്ണ് വാങ്ങിച്ചു. പിന്നെ കയ്യിലിട്ട് കൊടുക്കാനായിട്ട് മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു മാല വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് മോതിരങ്ങൾ അത്യാവശ്യം ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കൊച്ച് മോതിരങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ കുറച്ച് ഐറ്റംസാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചായാലും അടുക്കള കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചായാലും ഈ പാത്രങ്ങളും അതും ഇതും കാണുമ്പോൾ നമുക്ക് എവിടെന്നോ ഒരു വിരിവിരിപ്പ് വരും അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ഈ ഷോപ്പിങ്ങിനൊക്കെ ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട സമയത്താണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ കുറച്ച് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോൾ അതും കുറച്ചൊന്ന് ഷോപ്പ് ചെയ്തു. അപ്പോൾ ബർത്ത്ഡേ ഷോപ്പിംഗ് അല്ല അത്, എന്നാലും കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ചവർ വരി വീട്ടിലുണ്ടാകുന്ന ചീത്തായിക്കോട്ടെ. അപ്പോൾ അത് കണ്ടപ്പം വാങ്ങിച്ചതാണ് ഇത്. പിന്നെതാ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ കൈവച്ച് നമ്മളിങ്ങനെ ഉടച്ചൊടിച്ച് അതുകൊണ്ട് ഇതേ സാധനം വാങ്ങിച്ച് നമുക്ക് ഉടച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ കേക്കിന് ചുറ്റും വെച്ച് കത്തിക്കാനുള്ള മെഴുകുതിരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മകളുടെ 7th ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ആപ്പിളും ക്യാരറ്റും ഒക്കെ ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴിക്കാനായിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഈ 2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റോക്കറ്റ് പോയിന്റ് എറേസറും ഉണ്ട്, പിന്നെ ഷാർപ്നറും ഉണ്ട് കേട്ടോ. അപ്പോൾ 2ഉം കൂടെ ഉള്ളതാണ്. 20 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണം കണ്ടപ്പം കൊള്ളാമെന്ന് തോന്നി. മൊത്തത്തിൽ 2 പേർക്കുമായിട്ട് വാങ്ങിച്ചു കേട്ടോ. മോനും മോക്കുമായിട്ട് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലേ, ഒരു തടിത്തവി. നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് ഇളക്കാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു തടിത്തവിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വില വരുന്നത് 38 രൂപയാണ് കേട്ടോ. ഇതിന് വരുന്നത് 44 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത് പോയിട്ട് ഇനി അടുത്ത് നമ്മളെടുത്തത് ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 3 മക്കളാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരാളുടെ ബർത്ത്ഡേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും 3 പേർക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പം മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചാൽ അവർക്ക് 2 പേർക്ക് എടുക്കാതിരിക്കാറില്ല.
കാരണം നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ 3 പേർക്ക് നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ആ പതിവ് നമ്മൾ ഇത്തവണയും ധരിച്ചിട്ടില്ല. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമേ. ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാമേ. അപ്പോൾ ഇത് അപ്പോൾ മോന് 2 പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇത് വീട്ടിലിടാൻ കണക്കാക്കി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ബെൽറ്റ് പോലത്തൊരു 2 പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വന്നത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്കായിരിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പം അവർക്ക് എന്താണ് നമ്മൾ പ്രൈമറി മോഡലുണ്ടല്ലോ, അപ്പോൾ അതേപോലെയുള്ള എന്താണ് പലാസ ജീൻസ് പാൻറ് ഉണ്ടല്ലോ, അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മോഡൽ തന്നെ നമ്മൾ പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മോഡല് പാൻറ്റാണ് എടുത്തത്. ആ ഒരു മോഡല് പാൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി മാച്ചായിട്ടുള്ള ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ്, ഏത് ടോയാണ്, ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് കണക്കാക്കി ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. അപ്പം അതിന് കണക്കാക്കിയുള്ളൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പം പിന്നെ എന്താണ്, അപ്പം മോക്ക് എടുത്തപ്പം എൻ്റെ കുഞ്ഞു മോക്കും അത് കണക്കാക്കി അതിന് മാച്ചായിട്ട് തന്നെ ഒരു കുട്ടി ഫ്രോക്കും എല്ലാ ഫ്രോക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും എടുത്തു. പിന്നെ എന്താണ്, ഇത് മോനുള്ളതാണ് കേട്ടോ. ഇത് മോനുള്ളതാണ്. എന്താണ്, ഒരു തൊപ്പിയുള്ള കോട്ട് വരുന്ന തരത്തിലുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ എടുത്തത്. ഇത് അകത്ത് വരും, ഇത് ടീഷർട്ടാണ്, ഇത് അകത്ത് വരും. ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അതായത് ഇതാണ് ടീഷർട്ട് മാത്രമായിട്ട് വേണമെങ്കിലും ഇടാം. ഇതിനോടൊപ്പം തന്നെ ഈ കോട്ടും വരും കേട്ടോ. ഈ കോട്ടും വെച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ആ കണക്കാക്കി എടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ അവനും ഒരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ 3 പേർക്ക് യെല്ലോ കളർ ഒരേപോലെ എടുക്കണമെന്നാണ് കരുതിയത് കേട്ടോ. പക്ഷെ മോൻ എത്ര നോക്കിയിട്ടും യെല്ലോ കളർ കിട്ടിയില്ല. അതുപോലെ അവനാണെങ്കിൽ ഫുൾ കൈ ടീഷർട്ട് മാത്രമേ ഇടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് യെല്ലോ കളർ കിട്ടിയില്ല. പിന്നെ 2 സഹോദരിമാരുടെ ഇടയ്ക്ക് ഒരു സഹോദരനാണല്ലോ, അപ്പോൾ അവനെ നടത്തി നിർത്താം. ബാക്കി 2 പേരും സെയിം കളർ ഇട്ട്, പെൺമക്കളല്ലേ, അപ്പോൾ 2 പേരും ആ സെയിം കളർ ഇട്ട് നിൽക്കട്ടെ എന്നൊരു ഇതിൽ നമ്മൾ മാക്സിമം 3 പേർക്ക് ഒരേ കളർ തന്നെ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇതവർ കിട്ടാത്തത് കൊണ്ടാണ് ഈ തരത്തിലെടുത്തത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡ്രസ്സ് ഐറ്റംസ് എല്ലാം എടുത്തു. പിന്നെ നമ്മൾ എന്താണ്, കുറച്ച് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സ്. അത് ഒരുപാടൊന്നും, കുറച്ച് ടോയ്സുകൾ കാണിച്ചിട്ടുണ്ട്. അവർ കിച്ചൺ സെറ്റിൻ്റെ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊക്കെ എന്താണ്, ഇതിലൊരു അടുപ്പുണ്ട്, എന്താണ് ഒരു ജഗ്ഗുണ്ട്, കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു സെറ്റാണ് കേട്ടോ. അപ്പം അത് അവർക്ക് എന്താണ് വാങ്ങിക്കണമെന്നുള്ള വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ എന്ന് തോന്നി നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് വാങ്ങിച്ചത് ഈ 2 സ്റ്റിക്കറാണ് കേട്ടോ. 2 സ്റ്റിക്കറാണ്. ഇത് മോക്ക് ബാർബിയുടെ ഒരു സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ മോക്ക് വാങ്ങിച്ചപ്പോൾ മോനും ഇത് കണ്ടപ്പോൾ ബെൻറ്റൻ്റെ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 വാങ്ങിച്ചു. പിന്നെ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അടിപൊളി ഐറ്റമാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നി. അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ട് വാങ്ങിച്ചൊരു സാധനം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാർബി കുട്ടി. നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. നോക്കി കണ്ണൊക്കെ കണ്ടു നല്ല ക്യൂട്ടായിരിക്കുന്നതിലേക്ക് നല്ല ചന്തമുണ്ട്. ഇത് എന്താണ്, എൻ്റെ മകന് മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കണക്കാക്കി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അവൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചതാണ്. കാരണം അവന് ഒരുപാട് ആഗ്രഹം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. ബാർബിയിലെ എന്തെങ്കിലും ഒരു കീ ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരണം എന്നോ നമ്മൾ പറഞ്ഞു അയച്ചിരുന്നുണ്ട്. അങ്ങനെ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ കണക്കാക്കി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് അവൻ നാളെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാർബി കുട്ടി. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ, കമൻറ്റ് ചെയ്യണേ. അപ്പം ആ ഒരു എന്താണ് ബാർബി ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിലായില്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോപ്പിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഷോപ്പിങ്ങിലുള്ള സാധനമൊന്നുമില്ല, പക്ഷെ ഇന്നാണ് എനിക്കിത് തച്ച് റെഡിയായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ ഒരു ഐറ്റം കാണിച്ചു തരുന്നത്.
ഒരു സാരിയാണ് കേട്ടോ. ഒരു എന്താണ് സാരി കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിലിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി കേട്ടോ. അങ്ങനെ തയ്പ്പിച്ചെടുത്തതാണ് കേട്ടോ. എനിക്ക് സാരി ഇഷ്ടമാണ്, പക്ഷേ എന്താണ് കുഞ്ഞു മോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉടുത്തുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് ഒരു കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊണ്ട് ഉടുക്കുന്നവരുണ്ട്, പക്ഷെ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി യൂസ് ചെയ്യാറില്ല, കൂടുതലും ചുരിദാർ തന്നെയാണ് കേട്ടോ. അപ്പം ഇതെനിക്ക് കണ്ടപ്പോൾ ബ്ലൗസ് പീസ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ അപ്പം ഞാൻ തയ്ച്ചു ഉണ്ടോ, എങ്ങനെയുണ്ട് ബ്ലൗസ് പീസ്, എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? നല്ലൊരു കളറാണ്, നല്ലൊരു കളറും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ വലിയ മോഡലൊന്നും വെച്ചിട്ടില്ല, ചെറിയൊരു മോഡൽ മാത്രം. ഇവിടെ ചെറുതായിട്ടൊരു പഫ് വെച്ചിട്ട് 3/4 പോലത്തെ സ്ലീവ് വെച്ചിട്ടുണ്ട്. ഇത്രയും മോഡലുണ്ട്, കാരണം വലിയ മോഡൽ വെച്ചിട്ടില്ല. നല്ല രസമുണ്ട് ഈ ബ്ലൗസ് പീസാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ അതിന് വേണ്ടി തയ്പ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുന്താണി ഒന്ന് കാണിച്ചു ഞങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കളല്ലേ? നല്ല അടിപൊളിയായിട്ടില്ല ഇത്? കളല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് അല്ലേ? മുന്താണി നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ചന്ത കണ്ടാണ് കേട്ടോ നല്ല ഭംഗിയെടുക്കാൻ ഞാൻ തയ്ച്ചെടുത്തത്. കൂടുതൽ ഈ ബ്ലൗസ് പീസാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല കളറല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ എന്താണ് ബർത്ത്ഡേ ഷോപ്പിംഗ് ഇത്രയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മാക്സിമം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഇഷ്ടപ്പെട്ട ഐറ്റംസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടുമുണ്ട് കേട്ടോ. ഇപ്പം തലേ ദിവസമാണ് കേട്ടോ. അപ്പം നാളെയാണ് അവളുടെ ബർത്ത്ഡേ. അപ്പം നമ്മൾ നാളെ ഇതെല്ലാം അവർക്ക് കൊടുക്കും. അപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം കാണും. അതാണ് നമ്മുടെ സന്തോഷം അല്ലേ? അപ്പം എന്താണ് നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അല്ലേ? അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാക്സിമം നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നാളെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ആ ബർത്ത്ഡേയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരാൻ കേട്ടോ. അതുവരെ ബൈ.